പാഠം 773. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. മണി 9 നീ ഇപ്പോഴും എന്താ ചോദിക്കണം? എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. പോകുന്ന വഴി പോലീസ് സ്റ്റേഷനിലൊന്ന് കയറണം. പോലീസ് സ്റ്റേഷനിൽ പോക്കറ്റ് കേസിലെ പ്രതികളെല്ലാം ജാമ്യത്തിൽ ഇറക്കാനായിരിക്കും. അതൊന്നും അല്ല. കോളേജ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പില് കുറെ പൂവാലന്മാരുടെ ശല്യം. രാവിലെ വൈകുന്നേരം അവന്മാർ അവിടെ ഉണ്ടാവും. അതിലൂടെ നടന്നു പോകുന്ന സകല പെമ്പിളാരോട് എന്നിട്ട് അനാവശ്യം പറയും. അത് ശരിയല്ലല്ലോ. ഇതിലിപ്പോ നിനക്കെന്താ കാര്യം? നീ കോളേജിലല്ലല്ലോ പഠിക്കുന്നത്. നിനക്ക് പോലീസ് ജോലിയില്ല. മൂന്നിട്ടാ ഗുമസ മത്തായി ചേട്ടന്റെ മോള് ബീന എവിടെയാ പഠിക്കുന്നത്. അവളാണ് എന്നോട് കാര്യം പറഞ്ഞത്. ഈ പെൺപിള്ളേർക്ക് പോലീസ് പരാതിപ്പെടാനൊക്കെ മടിയാണല്ലോ. അതുകൊണ്ട് അവള് കാര്യം എന്നോട് പറഞ്ഞു. ഞാനാണ് ആഴ്ച ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകാറുള്ളതല്ലേ. പെൺപിള്ളാരോട് ചില പയ്യന്മാർ അനാവശ്യം പറയാറുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷേ പലപ്പോഴും അതിന് കാരണക്കാർ പെൺപിള്ളേർ തന്നെയാ. പെൺപിള്ളേർ എന്ത് ചെയ്തു? ഭമേ, മാന്യമായി വസ്ത്രം ധരിച്ച് അച്ചടക്കത്തോടെ നടക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോ ഒരു പൂവാലിനും ഒന്നും പറയില്ല. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ലല്ലോ. ആണുങ്ങൾ ഇടുന്ന ഉടുപ്പൊക്കെ ഇട്ട് ആണുങ്ങളെ പോലെ മുടിയും വെട്ടി സ്കൂട്ടറിലും കാറിലും ഒക്കെ അല്ലേ കയറി നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോ ആണുങ്ങൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. ഓ, അപ്പൊ ഇനി മുതൽ പെൺപിള്ളാര് പട്ടുപാവടയും ബ്ലൗസ് വിട്ട് മുടി രണ്ടു വശത്തും ഇങ്ങനെ പിന്നിയിട്ട് തലയുയർത്തി ഒരാളിന്റെ മുഖത്ത് പോലും നോക്കാതെ അടക്കത്തിലും ഒതുക്കത്തിലും റോഡിന്റെ സൈഡ് ചേർന്ന് കോളേജിൽ പോണം. എന്നിട്ടും ഏതെങ്കിലും ഒരു പൂവാലിൽ എന്തെങ്കിലും കമന്റ് അടിക്കുകയാണെങ്കിൽ കൺമണി അത് കേട്ട് നാണിച്ച് നാണിച്ച് കാൽനഖം കൊണ്ട് ഒരു കളം വരയ്ക്കട്ടെ. എന്ത്? എന്റെ മോഹനേട്ട കാലം മാറിപ്പോയി. പെൺപിള്ളേരെ അവർക്ക് ഇഷ്ടമുള്ള ഉടുപ്പിട്ടുകൊണ്ട് നടക്കും. ചിലപ്പോ സ്കൂട്ടറിലായിരിക്കും, ചിലപ്പോ കാറിലായിരിക്കും, ചിലപ്പോ ഹെലികോപ്റ്ററിലായിരിക്കും. അതൊക്കെ പെൺപിള്ളാരുടെ സൗകര്യം. അടക്കത്തിന്റെ ഒതുക്കത്തിന്റെ ഒക്കെ കഥ പറഞ്ഞ് ശല്യപ്പെടുത്താൻ വരുന്ന ആണുങ്ങളുടെ കാര്യമേ ഇനി പോക്കാണ്. പൊടി പോലും കാണൂല. ചീനിച്ചട്ടി. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോകണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? നേരത്തെ പോണെന്ന് പറഞ്ഞായിരുന്നു. അതെ, എനിക്ക് ഇന്ന് 9:15 ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഇന്നലെ രാത്രിയെ ഞാൻ നിന്നോട് പറഞ്ഞതാണ്. അതിനൊരു പ്രശ്നമില്ല, നീ പറഞ്ഞതുമാണ്. ഇപ്പൊ സമയം 9:08. എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് വരെ എടുത്തു വെച്ചില്ലേ? ഞാൻ മറന്നുപോയി മോനേട്ടാ. സാരമില്ല, ഞാൻ ഇപ്പൊ എടുത്തു തരാം. കൊള്ളാം. ഭർത്താവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോ ഭാര്യ മറന്നു പോകുന്നോ? ഇങ്ങനെയുള്ള ഭാര്യമാരുള്ള വീട്ടിൽ ഒരു കാര്യവും കൃത്യമായി നടക്കില്ല. ഇപ്പൊ മോഹനേട്ടൻ ഈ പറയുന്ന വർത്താനം ചോറെടുക്കാൻ വൈകിയത് കൊണ്ടോ നേരത്തെ പോകുന്ന കാര്യം ഞാൻ മറന്നുപോയത് കൊണ്ടോ അല്ല. പെണ്ണുങ്ങളെ ശല്യപ്പെടുന്ന കോന്തമാരെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ എന്റെ അഭിപ്രായം മാറാനേ പോകുന്നില്ല. തൽക്കാലം മോഹനേട്ടൻ അപ്പുറത്ത് പോയിരുന്ന് ബാക്കി ജോലികളെല്ലാം തീർക്ക്. അപ്പോഴേക്കും ഞാൻ ചോറെടുത്തോട്ട് വരാം. അങ്ങനെ പറഞ്ഞാ പോരല്ലോ. പിന്നെ സമയം 9:09. അതെ, ഇനി ഇവിടെ നിന്ന് താമസിപ്പിക്കാൻ അങ്ങോട്ട് പോയിട്ട് ചോറ് അങ്ങോട്ട് കൊണ്ടുതരും. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും താമസിക്കും. പിന്നെ എന്നെ കുറ്റം പറയരുത്. എന്റെ അമ്മോ, ഒരു നിസാര കാര്യം എങ്ങനെ വഷളാക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ചോറ്റുപാത്രം ഇതിനാണ് അവിടെ നിന്ന് അത്ര ഒച്ച വെച്ചോണ്ടിരുന്നത്. സമയം എത്രയായി? 9:10 ഉള്ളൂ. മോഹനേട്ടൻ ഇന്നലെ പറഞ്ഞതിനെക്കാട്ടിൽ 5 മിനിറ്റ് നേരത്തെയാണ്. ഇനി എന്റെ മറുപടി വരെ മോഹനേട്ടൻ താമസിച്ചൊന്നൊരു കാര്യം പറയണ്ട. ഞാൻ അടുക്കളയിൽ വന്ന് ഓർമ്മിപ്പിച്ചതുകൊണ്ട് കാര്യം നടന്നു. ഇല്ലെങ്കിൽ 9:15 അല്ല 10 മണി ആയാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല. അയ്യോ,
അതുകൊണ്ട് കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് വില്ലേജ് ഓഫീസർ എത്ര ദിവസം താമസിച്ചു പോയിട്ടുണ്ട്? പറയുന്ന നിനക്കൊരു മര്യാദ വേണ്ട മോനട്ടാ. കറണ്ട് ചാർജ് അടച്ചതിന്റെ രസീത് എവിടെ? എന്താ? കറണ്ട് ചാർജ് അടച്ചതിന്റെ രസീത് എവിടെയെന്ന്? കറണ്ട് ചാർജ് അടച്ചിട്ടില്ല, ഇന്നടച്ചോളാം. കൊള്ളാം. കറണ്ട് ചാർജ് അടയ്ക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് ഒരാഴ്ചയായി. ഇന്നലെ അവസാനത്തെ ദിവസമായതുകൊണ്ട് രാവിലെ ഞാൻ നിന്നോട് ചോദിച്ചു കറണ്ട് ചാർജ് അടച്ചോ എന്ന്. അപ്പൊ നീ പറഞ്ഞെന്താ? ഇന്ന് അടച്ചിരിക്കും. കറണ്ട് ചാർജ് അടച്ചിട്ട് കോടതിയിൽ പോകൂ എന്നും. എന്നിട്ടോ? രാവിലെ ഇവിടുന്ന് ഇറങ്ങിയപ്പോ കുറച്ച് വൈകിയിരുന്നു. അപ്പൊ പിന്നെ ആ വെപ്രാളത്തിനിടയിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ കയറുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. എത്ര നിസ്സാരമായിട്ട് നീ ഇത് പറഞ്ഞു. പിഴ കൂടാതെ കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള അവസാനത്തെ ദിവസമായിരുന്നു ഇന്നലെ. ഇന്നിനി കാശടച്ചാൽ 20 രൂപ കൂടുതലാവില്ലേ? 20 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ മോനിട്ട്, അതൊന്നും പോട്ടെ. 20 രൂപ ഒരു ചെറിയ തുകയല്ല. യാതൊരു ആവശ്യവുമില്ലാതെ 20 രൂപ കളയുന്നത് എന്തിനാ? അത് മാത്രമല്ല, ഇന്ന് പിഴയോടുകൂടി പണം അടയ്ക്കുമ്പോ ഇലക്ട്രിസിറ്റി ഓഫീസിലുള്ള ആൾക്കാർ മോഹൻ സ്ഥാനം പറ്റി എന്താ കരുതുക? ഭാമേ, ഈ നാട്ടിലെ ഏറ്റവും കൃത്യനിഷ്ഠയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാനെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അങ്ങനെയുള്ള ഞാൻ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട കറണ്ട് ചാർജ് അവസാന തീയതിക്ക് മുൻപ് അടച്ചില്ല എന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്റെ മാനം പോവില്ലേ? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞോണ്ട് വരില്ലേ മോനട്ടാ. പണം അടയ്ക്കാനുള്ള അവസാന തീയതി നിശ്ചയിച്ച സർക്കാർ തന്നെയല്ലേ പിഴയോടുകൂടി ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അടയ്ക്കാനുള്ള സൗകര്യം തന്നത്. മനുഷ്യരാകുമ്പോ ചിലപ്പോ പണം അടയ്ക്കാനൊക്കെ മറന്നിട്ടുണ്ടാവും, ചിലപ്പോ അടയ്ക്കേണ്ട നേരത്തെ പണം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? അതുകൊണ്ടാണ് സർക്കാർ 2 തീയതികൾ തന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? നീ പറഞ്ഞത് തെറ്റാണ്. പണം അടയ്ക്കാൻ മറന്നു പോകേണ്ട കാര്യമില്ല. ഞാൻ ഓർമ്മിക്കുകയും ഇന്നലെ രാവിലെ നിന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അടയ്ക്കാനുള്ള പണം നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതുമാണ്. എന്നിട്ടും നീ കാശടയ്ക്കാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, നിന്റെ ഉത്തരവാദിത്വമില്ലായ്മ. വക്കീലേ, അതങ്ങനെയാണെങ്കിൽ അങ്ങനെ പിഴയായിട്ട് അടയ്ക്കാനുള്ള 20 രൂപയില്ലേ, അത് ഞാനും അടച്ചോളാം. തീർന്നല്ലോ പ്രശ്നം. മനുഷ്യാവ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ മറന്നിരിക്കും, അതിന് ഇത്ര ഒച്ച വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമസ്കാരമുണ്ട് വക്കീലേ. പിന്നെ ഞാൻ ആ മണികണ്ഠന്റെ കേസിന്റെ കാര്യത്തെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതെന്തായി വക്കീലേ? മണികണ്ഠന്റെ കേസിന്റെ കാര്യം അത് അടുത്ത ആഴ്ച ഫയൽ ചെയ്യാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. പക്ഷേ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഞാൻ ചോദിച്ച പേപ്പറുകളൊക്കെ വേണം. അത് ഇതുവരെയായിട്ട് ആരും കൊണ്ടുവന്നിട്ടില്ല. അല്ല, ഏതൊക്കെ പേപ്പർ വേണമെന്ന് വക്കീല് മണികണ്ഠനെ വിളിച്ച് പറഞ്ഞോളാന്നല്ലേ പറഞ്ഞത്? ഇതുവരെ വക്കീല് വിളിച്ചില്ല എന്ന് മണികണ്ഠൻ പറയുകയും ചെയ്തു. ഞാനത് മറന്നുപോയി. നമസ്കാരമുണ്ട് സാർ. എന്തുമാത്രം തിരക്കുള്ള സമയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മിച്ചാൽ എന്താ? ഓർമ്മിപ്പിച്ചാൽ എന്താ വിശേഷം? കറണ്ട് ചാർജ് അടയ്ക്കുന്ന കാര്യം ഞാൻ ഇന്നലെ നിന്നെ ഓർമ്മിപ്പിച്ചാണല്ലോ. എന്നിട്ട് നടന്നോ? അതുപോലല്ലോ ഇത്. കേസിന്റെ കാര്യത്തിനാവുമ്പോ കക്ഷി വക്കീലിനെ വിളിക്കണം. വക്കീലേ, അതിപ്പോ വക്കീലിന്റെ നമ്പർ മണികണ്ഠന്റെ കയ്യിലില്ല. അതൊല്ലാത്തെ വക്കീൽ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വക്കീലിന്റെ നമ്പർ മണികണ്ഠന് കൊടുക്കാതിരുന്നത്. മണികണ്ഠന്റെ നമ്പർ ഒരു കടലാസിൽ എഴുതി ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു. സംഭവം ശരിയാണ്, പക്ഷേ വക്കീല് മറന്നുപോയി. കറണ്ട് ചാർജ് അടയ്ക്കാൻ മറക്കുന്നു, എനിക്ക് ചോറെടുത്ത് തരുന്ന കാര്യം മറക്കുന്നു, ഇപ്പൊ ആ കേസിന്റെ കാര്യവും മറക്കുന്നു. എന്താണാവോ ഈ വക്കീലിന് ഓർമ്മയുള്ളത്? ഇനി കുറച്ചുകൂടി കഴിയുമ്പോ ഞാൻ നിന്റെ ഭർത്താവാണെന്ന കാര്യം മറന്ന് എന്റെ തലയിൽ വല്ല ഓലക്കെടുത്ത് അടിക്കുമെന്ന് എനിക്ക് പേടി. അത് ഞാൻ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. താങ്കളുടെ സേവനത്തിന് വളരെ നന്ദി. ഞാൻ വിളിച്ചോളാം. ഉത്തമൻ ചെല്ലേ. ഒരു കാര്യത്തെ പറ്റി ആത്മാർത്ഥമായി ചിന്തിക്കുന്നവർ ഒന്നും മറന്നു പോകില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഉത്തമൻ അതേക്കുറിച്ച് എന്ത് പറയുന്നു? അത് അങ്ങനെയുള്ള വലിയ കാര്യത്തിലൊക്കെ ഞാൻ എന്തൊന്നും അഭിപ്രായം പറയാം സാറേ. ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഈ തിരക്കിനിടയിൽ ഞാൻ ഓരോന്നും മറന്നു പോവാതെ നോക്കണമല്ലോ. വരട്ടെ സാറേ. എന്തിന്റെ സൂക്കടാണ് മനുഷ്യന് പ്രതിസന്ധിപ്പെടുന്ന നേരത്തെ തന്നെ വന്നൊന്ന് വഷളായിക്കോളൂ. നമ്പർ എഴുതിയ കടലാസ് ഇവിടെ തന്നെയാണോ ഞാൻ വെച്ചത്? ഇനി ഞാനത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? എന്താണ്? എന്താ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ തപ്പേണ്ട കാര്യമില്ലല്ലോ. നീ എന്തോ മറന്നു വെച്ചു എന്നുള്ളത് ഉറപ്പാ. ഉത്തമൻ ആ ഫോൺ നമ്പർ എഴുതുന്ന കടലാസ് എവിടെയാ വെച്ചെന്ന് മറന്നുപോയി.
നിനക്ക് മറവിയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ് എന്ന് നീ പറഞ്ഞു. ഇപ്പോഴോ നീ സമയത്ത് ചോറെടുത്ത് തരാത്തത് കൊണ്ട് ഞാൻ വൈകിപ്പോകുമെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു അതൊരു നിസാര മറവിയാണ്. കറണ്ട് ചാർജ് സമയത്ത് അടയ്ക്കാത്തത് കൊണ്ട് എനിക്ക് നഷ്ടമായത് 20 രൂപ. മണികണ്ഠൻ എന്ന കക്ഷിയുടെ കേസ് എടുത്ത കാര്യം തന്നെ നീ മറന്നുപോയി. ഇപ്പോ അയാളുടെ നമ്പർ എഴുതിയ കടലാസും കാണാനില്ല. ഇതൊക്കെ നിസാര മറവിയാണ് എന്ന് നീ പറയോ? മണികണ്ഠന്റെ ഫോൺ നമ്പർ ഉത്തമന്റെ കയ്യിലുമില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അയാളെ സമയത്ത് വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ ഒന്ന് നോക്കിയെടുക്കാൻ സഹായിക്കും. സഹായിക്കണമെങ്കിൽ നിനക്ക് ഓർമ്മശക്തി കുറവാണ് എന്ന് നീ സമ്മതിക്കണം. പ്രശ്നത്തെ ചാടുമ്പോ വിലപേശാൻ നിൽക്കുന്ന ഒരു ഭർത്താവ്. വിലപേശാനുള്ള സാമർഥ്യം ഭർത്താവിനുണ്ട് എന്ന് കരുതിക്കോളൂ. സമ്മതിക്കുക. നിനക്ക് തീരെ ഓർമ്മശക്തി ഇല്ല എന്ന്. സമ്മതിച്ച് ക്ഷമിച്ചേ പോരാ. ഞാൻ പറയുന്നത് പോലെ പറയണം. അയ്യടാ, പിന്നെ എനിക്ക് വേറെ പണിയുണ്ട്. 226 13 28 എന്താ? ഡയൽ ചെയ്യൂ. 226 13 28. അല്ല, അത് ഞാൻ പറഞ്ഞ നമ്പർ ഡയൽ ചെയ്യൂ. അതാണ് നമ്പർ. അതാണ് മണികണ്ഠന്റെ നമ്പർ. 226 13 വിളിക്ക്. 226 13 28. ഇത് മോഹനട്ട് എങ്ങനെ അറിയാം? ആ നമ്പർ എഴുതിയ കടലാസ് ഇന്നലെ ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടു. ആ നമ്പർ ഞാൻ വായിച്ചു നോക്കിയായിരുന്നു. അതെന്റെ ഓർമ്മയിലുണ്ട്. ഒന്നുകൂടെ പറയൂ. 226 13 28. ഹലോ, ഇത് മണികണ്ഠന്റെ നമ്പർ അല്ലേ? വലിയ അവസരങ്ങള് കൊള്ളാലോ. ഒന്നുമില്ല മണികണ്ഠ, ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമയാണ്. അത് മണികണ്ഠന്റെ നമ്പർ തന്നെയായിരുന്നു. മോഹനോട് ഓർമ്മശക്തി ഞാൻ എന്തായാലും സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇത്ര ഓർമ്മശക്തിയുള്ള വേറെ ഒരാളും ഈ നാട്ടിലുണ്ടാവില്ല. അതെ, ഓർമ്മയുടെ കാര്യം മാത്രമേ ഞാൻ സമ്മതിച്ചു തന്നിട്ടുള്ളൂ. പെൺപിള്ളാരെയും അവരുടെ ഉടുപ്പിനെ പറ്റിയും പറഞ്ഞത് ഞാൻ സമ്മതിച്ചിട്ടേ ഇല്ല. ഭാവിയിൽ അതും നീ അംഗീകരിച്ചിരിക്കും. കാരണം മോഹനൻ സാർ കാര്യങ്ങൾ മാത്രമേ പറയൂ. മോഹനേഷൻ ഇറങ്ങുന്നു. ശരി. മണി 10 ശിശുപാലൻ ചേട്ടാ. പ്രഭ ഇതുവരെ വന്നില്ലല്ലോ. സാധാരണ കൃത്യസമയത്ത് വരുന്നതാ പ്രൊഫസർ. ഇന്നിതിപ്പോ എന്ത് പറ്റി? അമ്മയ്ക്ക് സുഖമില്ലെന്ന് ഇന്നലെ പറയുന്ന കേട്ടു. അമ്മയെ ആശുപത്രിയിലെങ്ങാനും കൊണ്ടുപോയി കാണുവോ? ശിശുപാല, സ്വയംപ്രഭ എവിടെ? പ്രൊഫസർ വന്നില്ല സാർ. വന്നില്ലേ? ഞങ്ങള് അതേപ്പറ്റി സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. പ്രൊഫസറിന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. ഇനി അതെന്തെങ്കിലും ആണോ കാര്യമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ആഫീസിലേക്ക് വിളിച്ചു പറയണ്ടേ? നിങ്ങൾക്കൊക്കെ തോന്നും പോലെ പെരുമാറേണ്ട സ്ഥലമല്ല വില്ലേജ് ഓഫീസ്. സാർ, എത്തിയോ? മണി 10 കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരാനും പോകാനും പറ്റില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സാറേ, വഴിയിലൊരു പൂവാല. സത്യം പറയാലോ, അവനെ കൊണ്ടുള്ള ശല്യം തുടങ്ങിയിട്ട് നാള് കുറയായി. എന്നും ഞാൻ വരുമ്പോ കൂടെ വരിക പതിവ്. കൂടെ വണ്ടി ഓടിച്ച് ഓരോന്ന് പറയുക അവന്റെ പരിപാടി. ഇന്ന് ഞാൻ അവനെ പേടിച്ച് പള്ളിയിലെ പുറകെയുള്ള വഴിയിലൂടെ ഞാൻ വന്നത്. എന്നിട്ടും അവൻ പുറകെ വന്നു കളഞ്ഞു. എന്തൊക്കെയാ വൃത്തികേടുകൾ അവൻ പറയുന്നതെന്നറിയാവോ? നിങ്ങള് പെൺകുട്ടികൾ ഇങ്ങനെ ഒരുക്കിട്ട് നടക്കുന്നുണ്ടാ പോലെ വരെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും അടുക്കും ചിട്ടയും വേണമെന്ന് പറഞ്ഞാൽ
ഒരൊറ്റ പെണ്ണിന് മനസ്സിലാവില്ല. അത് പറയുമ്പോ സിദ്ധാന്തം പറഞ്ഞിട്ട് ഇറങ്ങി വരും. അതുകൊണ്ടല്ലേ വായി നോക്കുള്ളവരെന്ന് പറയുന്നത്. ആ വായി നോക്കിയ ഇനി വിട്ടിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. ഇനി നോക്കിക്കോ, പോലീസിൽ പരാതിപ്പെടും ഞാൻ. അങ്ങനെ തന്നെ വേണം. അവന്റെ ബൈക്കിന്റെ നമ്പർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. KL 03Q 2367. അവന്റെ കളി ഞാൻ നിർത്തി കൊടുക്കും. ഞാനിനി എന്താ വക്കീല് ചെയ്യേണ്ടത്? ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നാളെ രാവിലെ വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ട് തരണം. ഓ ഈ ഫയല് അപ്പൊ കൊണ്ടുവന്നാ മതി. ശരി. പിന്നെ കേസ് ഫയൽ ചെയ്യാൻ കുറച്ച് ചെലവുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൈ കാണണം. എത്രയാണെന്ന് വക്കീല് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്നോളാം. ശരി. സ്വയംപ്രഭ പറഞ്ഞ ബൈക്കിന്റെ അതേ നമ്പർ. ഇതാ പൂവാലന്റെ ബൈക്കല്ലേ? KL 03 Q 2367. ഈ പൂവാലെന്താ എന്റെ വീട്ടിന് മുമ്പ് കാര്യം? അത് ശരി, ഇതവന്റെ സ്ഥിരം പരിപാടിയാണ്. ഒന്നുമില്ല. ഓഹോ, പൂവാലൻ റോഡിൽ വെച്ച് മാത്രമല്ല വീട്ടിലും കയറി പൂവാല ശല്യം തുടങ്ങി. ഫയലും കൊണ്ടുവരുന്ന പൂവാൽ. ഈ പൂവാലിന്റെ അങ്കവാല് ഞാനൊന്ന് ഒടിക്കും. ചേടാ, എന്നെ ഇവിടെ പതിയിരിക്കാം. എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അല്ല, എന്താ പ്രശ്നം? വഴിയെ പോകുന്ന പെൺപിള്ളാരെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്ന ഇവനെ ഞാൻ വെച്ചിട്ടുണ്ട്. K. മോഹനേശ്വരൻ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്ന നാട്ടിൽ ഇത്തരം ഒരു അഭ്യാസം ഞാൻ സമ്മതിക്കില്ല. എന്താ മോളുടെ കാര്യം പറ. എന്താ മണികണ്ട? എനിക്കറിയില്ല വക്കീലെ, എന്റെ ബൈക്കിന്റെ താക്കോൽ തട്ടിപ്പറിച്ചോണ്ട് ഓടിയതാ. എന്റെ താക്കോൽ താക്കോൽ ഞാൻ തരും പോലീസ് വന്നതിന് ശേഷം. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റും. നോക്കട്ടെ താക്കോല് ഞാൻ നോക്കട്ടെ, ഞാനിപ്പോ വരാം. മോനട്ടോ, ആ താക്കോലേക്ക് താ. മണികണ്ഠൻ എന്നെ കാണാൻ വന്നല്ലേ? അവന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കി തരാം ഞാൻ. നീ എന്താ അതിനെ പറ്റി കരുതിയിരിക്കുന്നത്? ഇവിടെ പറഞ്ഞ സ്വയംപ്രഭ, ഞാനാ മോഹനേശ്വരൻ സാറ്. എന്താ സാർ? സ്വയംപ്രഭ ഇപ്പോൾ എവിടെയാണ്? ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയാ സാർ. വഴിയിൽ വെച്ചൊരു ഭയങ്കര രസമുണ്ടായി. എന്നെ രാവിലെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയ ആ പൂവാലിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. എന്നെയും പുറകെ നടന്ന് ശല്യം. ഞാൻ അടുത്ത കടയിൽ കയറി കാര്യം പറഞ്ഞു. കടക്കാരെ നാട്ടുകാരെ എല്ലാരും വിളിച്ചു കൂട്ടി. എല്ലാരും കൂടെ വളഞ്ഞിട്ട് അവനെ ഇടിക്കുക സാറേ. അല്ല, അതെങ്ങനെ ശരിയാവും? സത്യം സാറേ, പോലീസിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് വരുമ്പോഴേക്ക് ഇയാൾ ഇടികൊണ്ട് റൊട്ടി പോലെ. അയാളുടെ ബൈക്കിലാ വന്നത്. അത് നാട്ടുകാർ പിടിച്ചു വെച്ചിരിക്കാണോ അവിടെ? അത് ശരി. അപ്പൊ അതിന്റെ നമ്പർ എത്ര പറഞ്ഞേ? KL 03 3367. KL 03 Q 3367. പക്ഷെ രാവിലെ വില്ലേജ് ഓഫീസിൽ സ്വയം പറയണ്ട. KL 03 Q 2367 അല്ലേ? 2367 അല്ല സാറേ, 3367. പക്ഷെ
23 67 എന്റെ ഓർമ്മശക്തി ചോദ്യം ചെയ്യരുത്. അത് ചിലപ്പോ എനിക്ക് തെറ്റിയതായിരിക്കും സാർ. ഞാൻ നമ്പർ മറന്നുപോയതാ. നിങ്ങൾക്ക് എന്താ ഇത്ര മറവി? സ്വയം പ്രഭയ്ക്കാൻ വെച്ചിട്ടുണ്ട്. എന്താണ് മോഹനേട്ട, ഇനിയെങ്കിലും ഒന്ന് പറ. ഒരബദ്ധം പറ്റി, ബൈക്ക് മാറിപ്പോയി. എന്റെ കുഴപ്പമൊന്നുമല്ല. സ്വയംപ്രഭ ശല്യപ്പെടുത്താവുന്ന ഒരു പൂവാലന്റെ ബൈക്കിന്റെ നമ്പർ സ്വയംപ്രഭ പറഞ്ഞായിരുന്നു. ഇവിടെ വന്നപ്പോ മണികണ്ഠന്റെ ബൈക്കിന്റെ നമ്പരും അതേ നമ്പര്. ഞാൻ കരുതി മണികണ്ഠനായിരിക്കും ആ പൂവാലെന്ന്. ചുരുക്കി പറഞ്ഞ ശല്യപ്പെടുത്താൻ വന്ന പൂവാലിന്റെ ബൈക്കിന്റെ നമ്പർ സ്വയംപ്രഭ മറന്ന് തെറ്റി പറഞ്ഞു. പക്ഷെ സ്വയംപ്രഭ പറഞ്ഞ നമ്പർ മോഹനേട്ടൻ കൃത്യമായിട്ട് ഓർത്തു വെച്ചു. ഒടുക്കത്തെ ഓർമ്മ കൊണ്ട് അവധി പോയി ചാടി എന്ന് പറഞ്ഞാൽ മതിയില്ലേ? ഇനിയിപ്പോ എന്താ പരിപാടി? അതിന് നീ താക്കോല ആ പാമ്പയ്യനെ കൊണ്ട് കൊടുക്ക്. ഞാൻ കൊണ്ടുകൊടുത്ത ആ പാമ്പയ്യനെ ചീത്ത വിളിക്കും. എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ഇത് സാധാരണ അബദ്ധമല്ല, എന്റെ ഇരിക്കണ്ടേ നീ. അമിതമായ ഓർമ്മശക്തി ഉള്ളത് കൊണ്ടുള്ള അബദ്ധം. എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. സ്വയംപ്രഭയുടെ ഓർമ്മശക്തിയെ അമിതമായി വിശ്വസിച്ചതാണ് ഇവിടെ വില്ലേജ് ഓഫീസർക്ക് വിനയായത്. ഓർമ്മശക്തി ഒരുപാട് കൂടിയാലും പ്രശ്നമാണെന്ന നിഗമനത്തിൽ ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.